സനാതന ധർമ്മത്തിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജന്മത്തിന്റെ പുണ്യമല്ല. ഇത് ഞാൻ മുൻപും ഇത് തന്നെയായിരുന്നു. അതായത് ആ ജന്മത്ത് ഉള്ളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ജന്മത്ത് പുറത്തേക്ക് വരുന്നത്. എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. പിന്നെ ഒഫീഷ്യലിയും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഖുറാൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് 10 കിതാബ് ഓതി തികഞ്ഞ ഒരാളാണ്. ലക്ഷ്മി ചേച്ചി ശരിക്കും ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് ആൻഡ് ഒരു ഹിന്ദുയിസത്തിലേക്ക്, ശരിക്കും ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ പോലെ ഹാർഡ് കോർ ഹിന്ദു ആയി മാറിയ ഒരാളാണ് ലക്ഷ്മി ചേച്ചി. ശരിക്കും അതിനൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലൊരു ചെയ്തോ വികാരം എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് മനസ്സിലാവുന്നത്, ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ദേവി മഹാത്മ്യം വായിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരക്ഷരം പോലും തെറ്റാണ്ട് വളരെ വർഷങ്ങളായിട്ട് വായിക്കുന്ന ഒരാൾ വായിക്കുന്ന പോലെ എനിക്കത് വായിക്കാനായിട്ട് പറ്റും. അതുപോലെ ലളിതാ സഹസ്രനാമമാണെങ്കിലും ശ്യാമളാ ദണ്ഡകമാണെങ്കിലും കനകധാരയാണെങ്കിലും എന്തും വിഷ്ണു സഹസ്രനാമമാണെങ്കിലും ഒക്കെ എനിക്ക് മറ്റാർക്ക് വഴങ്ങുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അകാരം ഉകാരം എല്ലാം ഭംഗിയായിട്ട് വായിക്കാനായിട്ട് പറ്റും. അപ്പം ഞാനതിനെ മനസ്സിലാക്കുന്നത്, ഇതൊന്നും എൻ്റെ ഈ ജന്മത്തെ ഒരു പുണ്യമല്ല. സനാതന ധർമ്മത്തിന്റെ ദീക്ഷ എന്ന് പറയുന്നത് ഒരു ജന്മത്തിന്റെ പുണ്യമല്ല. ഇത് ഞാൻ മുൻപും ഇത് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ജന്മത്തിലും ഇത് തന്നെയായിരുന്നു. അതായത് ആ ജന്മത്ത് ഉള്ളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ ജന്മത്ത് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ച് എടുത്ത അറിവോ അല്ലെങ്കിൽ ഇത്രയും നേരം സാധന ചെയ്യാനാണെങ്കിലും ഓരോ കാര്യങ്ങൾ പറയാനാണെങ്കിലും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഓഫ് കോഴ്സ് അതിനൊരു ബോധപൂർവമായിട്ട് പഠനം എന്ന് പറയുന്ന ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിലും എനിക്കത് വഴങ്ങുന്നത് പുതുതായിട്ടൊരാളത് പഠിക്കുന്നത് പോലെ അല്ല എനിക്കത് വഴങ്ങുന്നത്. എൻ്റെ അടുത്ത് എത്രയോ ബ്രാഹ്മണ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ജന്മം കൊണ്ട് ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയാണ്, പക്ഷേ എനിക്ക് ലക്ഷ്മി വായിക്കുന്നത് പോലെ ലക്ഷ്മി ചൊല്ലുന്നത് പോലെ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പം ഞാനത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാനെന്ന് പറയുന്നത് ഓണാട്ടുകരക്കാരിയാണ്. ഓണാട്ടുകര എന്ന് പറയുന്നത് കുറേ അധികം കരകൾ ചേരുന്ന ഒരു സ്ഥലമാണ്. അത് താലൂക്കുകൾ ചേരുന്ന ഒരു സ്ഥലമാണ്. കാർത്തികപ്പള്ളി, മാവേലിക്കര തുടങ്ങിയിട്ടുള്ള കുറേ അധികം പിന്നെ താലൂക്കുകൾ ചേരുന്നതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ജാതി മതം നോക്കുന്നത് അവരുടെ കല്യാണത്തിനോ മരണത്തിനോ വേണ്ടിയിട്ട് മാത്രമാണ് ഒരാൾ ഇന്ന ജാതി എന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള മതം എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, എൻ്റെ അച്ഛൻ്റെ ആണെങ്കിൽ അമ്മയുടെ വീട്ടുകാരാണ് കൂടുതൽ ഓർത്തഡോക്സ് മുസ്ലിംസ് എന്ന് പറയാൻ പറ്റുന്നത്. അച്ഛൻ്റെ വീട്ടുകാർ കുറച്ചും കൂടെ ഫോർവേഡഡ് ആണ്, എഡ്യൂക്കേഷൻ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന അപ്പൂപ്പൻ വില്ലേജ് ഓഫീസറൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ അച്ഛൻ്റെ ഇത്രയും ഓർത്തഡോക്സ് ഫാമിലിയാന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചെട്ടികുളങ്ങര ഭഗവതി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു കുലദൈവം, ഞങ്ങളുടെ പരദേവത എന്നൊക്കെ ഞങ്ങൾക്ക് പറയാം. അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ പേര് പയ്യൂരെന്നാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശനൊക്കെ ഹരിപ്പാട് കൊട്ടാരത്തിലാണ് ജോലി ചെയ്തിരുന്നതൊക്കെ. അപ്പം പണ്ടൊക്കെ നമ്മൾ കൊടിമരം, പിന്നെ കുറേ ജനറേഷനുകൾക്ക് ശേഷമാണല്ലോ ഈ സ്വർണ്ണ കൊടിമരം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു കൊടിമര സംവിധാനമൊക്കെ വരുന്നത്. അപ്പം എൻ്റെ തറവാട്ടിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശുദ്ധമാക്കിയിട്ട് കൊടിമരം വളർത്തിയിരുന്നു, അടയ്ക്കാമരം വളർത്തിയിരുന്നു. എന്നിട്ട് വളരെ ആചാരപൂർവ്വം നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നാണ് കൊടിമരം മുറിച്ച് കൊണ്ടുപോയിരുന്നത്. അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യന് ആദ്യത്തെ പാട്ട എണ്ണയൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്നാണ് കൊടുത്തിരുന്നതൊക്കെ. അതുപോലെ ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ് ഞങ്ങൾക്ക് മണ്ണാറശാല നാഗദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രാധാന്യമുണ്ട് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോഴും അവിടുത്തെ തിരുമേനി, കൊച്ചു തിരുമേനി പറയും, ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടുത്തെ കുട്ടിയല്ലേ, നിന്റെയൊക്കെ, അതായത് കുറച്ച് ജനറേഷൻ മുൻപ് വരെ നമ്മളെല്ലാവരും ബ്രാഹ്മൺസോ അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അവിടുത്തെ നമ്മൾ മാറി ഇങ്ങോട്ട് വന്നതല്ലേ, നീ ഇവിടുത്തെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തെന്ന് തിരുമേനി പറയാറുണ്ട് ഞാൻ അവിടെ ഇരുന്ന് സാധനയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കാര്യമാണ്. അതുകൂടാതെ ചെറുപ്പം മുതലേ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടല്ലോ. അപ്പം കൃഷ്ണന്റെ കഥകള്, ദേവിയുടെ കൃതികള്, പിന്നെ എന്താ പറയുക, ശിവന്റെ
ശിവന്റെ സ്തോത്രങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്ന. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ പഠിക്കുമ്പോൾ ഇതാണ് ഞങ്ങൾ പദങ്ങളും ഐറ്റംസ് ഒക്കെ ഇത് തന്നെയാണ്. വർണ്ണമാണെങ്കിലും ഒക്കെ ഇതിൽ നിന്നാണ് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടക്കുന്നത്. പിന്നെ ഒരു ഓണാട്ടുകരക്കാരി ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഉത്സവ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് ആ കൊച്ചു കുട്ടിയുടെ എൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കും. അതുപോലെ ഞങ്ങളൊക്കെ പറയിടിക്കാറുണ്ട്, വീട്ടിൽ ഞങ്ങൾക്കൊക്കെ പറയിടാറുണ്ട്. ഞങ്ങളൊക്കെ പോയിട്ട് താലപ്പൊലി എടുക്കാറുണ്ട്, അൻപൊലിയും താലപ്പൊലിയും ഒക്കെ ഞങ്ങളൊക്കെ ഇതിനെല്ലാം ഞങ്ങൾ പോവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു, പിന്നെ ഞാൻ ഖുറാൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല, ഖുറാൻ പഠിച്ചിട്ടേ ഇല്ല, മനസ്സിലായില്ലേ. അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് 10 കിതാബും ഓതി തികഞ്ഞ ഒരാളാണ്. ആ അച്ഛമ്മയ്ക്ക് മലയാളം വായിക്കാനോ എഴുത്തോ വായനയോ സ്കൂളിൽ പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. തറവാട്ടിലേക്ക്, പയ്യൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടിലേക്ക് ആളിനെ ഉസ്താദ് വന്നിരുന്ന് പഠിപ്പിച്ച് അങ്ങനെ 10 കിതാബ് ഓതി തികഞ്ഞ ഒരാളാണ്. എന്നിട്ട് പോലും എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞത് പൂവെന്ന് വിളിക്കുന്ന എന്നെയാണ്, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു പൂവെന്നാണ്, എന്നെ പിന്നെ ഒന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ മതം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ പോലും അത്രയും എന്താ പറയുക പുരോഗമന ആശയം കൊണ്ട് നടന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അറബി അക്ഷരങ്ങളൊക്കെ ജിലേബി 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 എന്നാണ് തോന്നുന്നത് ഇപ്പോഴും. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ദിവസം പോലും ഒരു നോമ്പെടുത്തിട്ടില്ല. എന്താ പറയാ, ഞാൻ ആ ഒരു മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ. എനിക്കതൊന്നും വഴങ്ങുന്നതുമില്ല, വഴങ്ങിയിട്ടുമില്ല. ഒരു കാലത്തും എനിക്കതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വഴങ്ങിയിട്ടുമില്ല. വീട്ടിലാളെ ഇരുത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാർ, പക്ഷെ എനിക്കത് വഴങ്ങിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാസ്റ്റ് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നതും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല, അതിന് എൻ്റെ ഭർത്താവ് സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്, പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷേ ജയ്ഷേട്ടന് ഞാൻ സബീനയായിട്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ജയ്ഷേട്ടന് ഞാൻ തലേ തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ, ജയ്ഷേട്ടൻ അച്ഛനാണെങ്കിലും ഒക്കെ അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. പിന്നെ ഒഫീഷ്യലിയും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒഫീഷ്യലി എൻ്റെ പേര്, എൻ്റെ ജാതി, എൻ്റെ ഒപ്പ് എല്ലാം ഒഫീഷ്യലിയും നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തന്നെ എല്ലാം ലീഗലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ കല്യാണത്തോട് പ്രമാണിച്ചല്ല ചേച്ചി അതെ തീർച്ചയായിട്ടും കല്യാണത്തിനോട് പ്രമാണിച്ച് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പഴയ വസ്ത്രം, ഞാനൊരു മുഷിഞ്ഞൊരു വസ്ത്രം ഞാനത് മാറ്റി അവിടെ അതിട്ടു, ഞാനൊരെണ്ണം പുതിയതൊരെണ്ണം ധരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മുടെ വസ്ത്രമല്ലേ, നമ്മൾ കൊണ്ട് കത്തിച്ച് കളയുന്നില്ലല്ലോ. ആ വസ്ത്രം നമ്മൾ കഴുകി ഉണക്കി അലമാരയിൽ എവിടെയോ അത് ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. അത്രയും ലളിതമായിട്ടാണ് എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിനെ തോന്നിയത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞ് അച്ഛൻ്റെ പാരമ്പര്യമായിരിക്കും നമ്മളുടെ ഒരു കസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പാരമ്പര്യം എന്ന് പറയുന്നത് അമ്മയുടേതും ഉണ്ട് അച്ഛൻ്റെതും ഉണ്ട്. പക്ഷെ അച്ഛൻ്റെ പാരമ്പര്യമാണ് നമ്മൾക്കൊക്കെ നിലനിൽക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടി അച്ഛൻ്റെ മതത്തിൽ വളരണം, അച്ഛൻ്റെ ഒരു കൾച്ചർ അത് ഫോളോ ചെയ്യണം എന്നും എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഞാൻ 18 വയസ്സാവുന്നതിന് മുമ്പേ എടുത്തിട്ടുള്ളതാണ്. ഒന്ന്, ഞാൻ ജയ്ഷേട്ടനെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം, രണ്ടാമത്തത് ഇങ്ങനെ കാസ്റ്റ് കൺവേർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം. ഇത് രണ്ടും സ്വന്തം എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സ്വപ്രേരണയാൽ ഞാൻ എടുത്ത 2 തീരുമാനങ്ങളാണ്. അതിൽ ഒരാൾക്കും യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഒരു സമയത്ത് അങ്ങനെ ഒരു റൂമേഴ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആൾക്ക് വേണ്ടിയിട്ട് മതം മാറിയില്ല. എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ജയ്ഷേട്ടൻ അല്ലായിരുന്നെങ്കിലും ഞാനൊരു മുസ്ലിം ഒരാളിനെ കല്യാണം കഴിക്കുമായിരുന്നില്ല. അതെ, എനിക്ക് ആ ഒരു സങ്കുചിതമായിട്ട് ആ ഒരു രീതിയിൽ ലൈഫ് ഡിഫൈൻ ചെയ്യാൻ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. ഞാൻ ഇത് തന്നെയായിരുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയാം. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, സ്വത്വം തിരിച്ചറിഞ്ഞപ്പോൾ അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയി എന്ന് പറയുന്നില്ലേ, എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ സ്വത്വം ഇതാണ്, ഹിന്ദുത്വമാണ് എൻ്റെ സ്വത്വം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായില്ലേ. ഞാൻ സ്കൂളിൽ പോലും തൊട്ട് പോയിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ഫോട്ടോ ഒക്കെ ക്ലാസ് ഫോട്ടോസ് വർഷത്തിലൊരിക്കൽ നമ്മൾ എടുക്കുമല്ലോ, അതിൽ നോക്കിയാൽ ഞാൻ എൻ്റെ മിക്ക ഫോട്ടോയിലും ഞാൻ പൊട്ടു വെച്ചിട്ടാണ് നിൽക്കുന്നതൊക്കെ, മനസ്സിലായില്ലേ. അപ്പം ഞാൻ അങ്ങനെ കാസ്റ്റിനെ ഒരു വലിയൊരു കാര്യമായിട്ട്, മതം എന്ന് പറയുന്നതിനെ ഞാനൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അതായത് ഒരു മതവും ഒരു മനുഷ്യനും ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല, ഒരു രാഷ്ട്രീയം ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം. പിന്നെ നമുക്ക് സ്വാസ്ഥ്യം കിട്ടുന്നത് എന്തിനെ വിശ്വസിക്കുമ്പോഴാണ്, ഇതിനെ വിശ്വസിക്കുമ്പോൾ. എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് സനാതന ധർമ്മ വിശ്വാസം അനുസരിച്ച് ജീവിക്കുമ്പോഴും അതൊക്കെ ആചരിക്കുമ്പോഴും ഫോളോ ചെയ്യുമ്പോഴുമാണ് എനിക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനൊരു മതേതരയാണോ എന്ന്
എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ ഒരിക്കലും മതേതരത്വം ഉള്ള ഒരാളല്ല. ഞാൻ ഹിന്ദുവാണ്. ഞാൻ പ്രൗഡ് ഹിന്ദു, ലൗഡ് ഹിന്ദു എന്ന് എന്നെ ഡിഫൈൻ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാലും പ്രൗഡ് ഹിന്ദു, ലൗഡ് ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളുടെ സ്വത്വത്തിൽ നമ്മൾ എന്താ പറയുക, അഭിമാനമുള്ളവരായിരിക്കുക. അതോടൊപ്പം എന്താണ്, ഒരു ഹിന്ദുവിന് ഒരിക്കലും മറ്റൊരാളുടെ ആരാധന സ്വാതന്ത്ര്യത്തെയോ മറ്റൊരുത്തൻ്റെ വിശ്വാസത്തെയോ മറ്റൊരുത്തൻ്റെ ആരാധനാലയങ്ങളെയോ ആക്രമിക്കാനോ അതിനെ മോശമാക്കാനോ ചീത്തയാക്കാനോ സാധിക്കില്ല. ഞാൻ ഒരിക്കലും താങ്കളുടെ മറ്റൊരു മതത്തിൻ്റെ ബിലീഫിന് ഞാൻ ഒരിക്കലും എതിരല്ല. അവരുടെ എല്ലാ ആരാധനാ സ്വാതന്ത്ര്യത്തെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ ഈ വിശ്വാസം ഫോളോ ചെയ്ത് അത് മുറുക്കെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മോശമാണ്, ഇത് നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇതും നല്ലതാണ്, അതും നല്ലതാണ്, മറ്റതും നല്ലതാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് ട്രാവൽ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ.